ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വലിയ കുറ്റബോധമുണ്ട്. ഞാവൽപ്പഴം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നിലത്ത് വീണാൽ അതിൽ മണ്ണ് പറ്റിയാലൊന്ന് കഴുകിപ്പില്ല, അതെടുത്ത് കഴിക്കില്ല. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മാത്രമേ കഴിക്കൂ. അഹങ്കാരമായിരുന്നു. 400 രൂപയാണ് ഇപ്പോൾ കിലോയ്ക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചു. വെളയമ്പലത്ത് ഈ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ ആദ്യം വില ചോദിക്കുമ്പോൾ 1/4 കിലോയ്ക്ക് 80 രൂപ. അടുത്ത വർഷമായപ്പോൾ 1/4 കിലോയ്ക്ക് 100 രൂപ, കിലോയ്ക്ക് 400 രൂപ. ഞാൻ ഇത് അന്വേഷിച്ച് പോകാൻ 2 കാര്യം. ഒന്ന്, ഈ പറഞ്ഞ നൊസ്റ്റാൾജിക് ഓർമ്മയും ടേസ്റ്റും വന്നു, അഹങ്കാരമൊക്കെ മാറിയല്ലോ. 2, ഇതിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പെട്ടെന്നാണ് ഒരു അവബോധം ഉണ്ടായതും വായിച്ചറിഞ്ഞു നോക്കി. എന്തായാലും CG ഉമേഷ് പത്തനംതിട്ടയിൽ പോയി ഗംഭീരമാക്കുന്നുണ്ട്. ഉമേഷ് പത്തനംതിട്ടയിൽ ചെന്ന് ഈ ഞാവൽപ്പഴത്തിനോട് സംസാരിച്ചു. ഞാവൽപ്പഴമാണ് അതിന്റെ ആ കഥ നമ്മളോട് പറയുന്നത്. ഓ, കഥയാണോ ഇത്രയും വില കൂടി ഇരുന്നിട്ട്? അതെ, പക്ഷെ അതിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ നാട്ടിലാരും താഴെ വീഴുന്നതിനെയൊക്കെ അങ്ങ് പെറുകി കളയുന്നല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ചവിട്ടി ഏതായാലും ഞാവൽപ്പഴത്തിന് കഥ തന്നെയാണോ, അതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാനുണ്ടോ എന്നൊക്കെ നമുക്ക് കേൾക്കാം. എന്തായാലും ഞാവൽ അത് നേരിട്ട് നമ്മളോട് പറയാണ്. കേൾക്കാം. സൂക്ഷിച്ചു നോക്കണ്ടേ, ഞാൻ തന്നെ പറമ്പിലെ റോഡിൽ വീട് നശിച്ചു പോകുന്ന നിങ്ങൾക്ക് വേണ്ടാത്ത ആ കറുത്ത പഴയ പഴമല്ല ഞാൻ. കിലോയ്ക്ക് ആപ്പിളിനേക്കാൾ വിലയുള്ള ഞാവൽപ്പഴം. ഞാവൽപ്പഴം ഫ്രം ഉത്തരേന്ത്യ. അതെ, ഹിന്ദി ഹൃദയഭൂമിയും ആന്ധ്രയും ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ വിളനിലം. കേരളത്തിൻ്റെ എല്ലാ പറമ്പിലും യഥേഷ്ടമുണ്ടായപ്പോൾ നിങ്ങൾക്ക് എന്നോട് പുച്ഛം. ആ പെൺകുട്ടി പോലും എന്നെ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്റെ വിലയും പവറും കണ്ട് ഞെട്ടിയ ജനൻ ടിവിയിലെ ചേട്ടന്മാർ വഴിയരികിൽ എന്നെ വിൽക്കുന്ന മുഴുവൻ ആടുകളോടും വിശേഷം തിരക്കുകയാണ്. വില കേട്ട ഞെട്ടലിൽ കേരളത്തിൽ ഇപ്പോഴും ഞാൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് തപ്പിയിറങ്ങുകയാണ് ഇവരെന്നാ തോന്നുന്നത്. എടാ മോനെ, ഇതിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. എന്നെ കാണണമെങ്കിൽ നേരെ പന്തളം കുളനടയിലെ സ്കൂൾ മൈതാനത്തേക്ക് വാ. കണ്ടോ, പുറത്ത് വിപണിയിൽ കിലോയ്ക്ക് 400 രൂപ വിലയുണ്ടെങ്കിലും ഇവിടെ എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് ഔഷധ ഗുണമുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? നിലത്ത് കിടന്ന് ചീഞ്ഞില്ലാതാവാനാണ് കേരളത്തിലെ എൻ്റെ സഹോദരങ്ങളുടെ വിധി. കടയിൽ വരുന്ന സമയത്ത് നല്ല നാദ്രമായിട്ട് കവറിനകത്താക്കി ഭംഗിയായിട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ഫ്രൂട്ടാണെങ്കിലും അതിനൊരു പേരുമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മേടിച്ച് വീട്ടിക്കൊണ്ടുവന്ന് കഴിക്കും. അതിനിപ്പം എത്ര വിലയാണെങ്കിലും മേടിച്ച് കഴിക്കും. ഇപ്പോഴത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം ആരും ഇത് അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇത് നിൽക്കൂ. കുട്ടികളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എന്തുകൊണ്ട് പറങ്കമാവോ എന്തുകൊണ്ട് അവിടെ കയറി നമ്മൾ പഴങ്ങൾ പറിച്ച് കഴിക്കുക, നെല്ലിക്ക അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എടുത്ത് കഴിക്കുക എന്നുള്ളത് വലിയ ഇതായിരുന്നു. ഇപ്പം കുട്ടികൾക്ക് പറഞ്ഞുകൂടാ, വീട്ടുകാരും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം മരത്തെ കയറി മറിഞ്ഞു വീണാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് മരത്തെ കയറാൻ അറിയത്തില്ല. ഈ ചേട്ടൻ പറഞ്ഞൊരു കുറച്ച് കാര്യമുണ്ട്. കയ്യെത്തി പറിക്കാവുന്നിടത്ത് നിന്നാലും വേണ്ടാത്ത നമ്മൾ മലയാളികൾ, നിങ്ങൾ മലയാളികൾ മനോഹരമായ കവറിൽ ബ്രാൻഡ് നെയിം ഒട്ടിച്ച് തീ പിടിച്ച് വിലക്ക് വിറ്റാൽ മാത്രമേ എന്നെ പോലുള്ളവരെ അംഗീകരിക്കൂ. അപ്പൊ ശരി, എന്റെ കഥ പറയാൻ സഹായിച്ച ജനൻ ടിവി ക്യാമറമാൻ ഗോപനും ഇടയ്ക്കൊരു ആവശ്യമില്ലാതെ ഫ്രെയിമിൽ കയറിയ ഉമേഷിനൊപ്പം നിങ്ങളുടെ സ്വന്തം ഞാവൽപ്പഴം ഫ്രം പത്തനംതിട്ട.